അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ എനിക്കും നിനക്കും വിരോധവും പ്രതികൂലവുമായി പിശാച് എഴുതി വെച്ച സകല കൈയെഴുത്തും മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയെങ്കിൽ ഇന്ന് പകൽ ഈ കർത്തൃമേശയുടെ മുൻപിൽ യേശുവിന്റെ മരണത്തെ, യേശുവിന്റെ ഉയർപ്പിനെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അവനിലല്ലോ, ഉറക്കെ പറ, യേശുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇനി ഏതെങ്കിലും യഹോവ സാക്ഷികളോ, ഏതെങ്കിലും കൾട്ട് ഉപദേശകന്മാരോ, ഏതെങ്കിലും ദുരുപദേശകന്മാരോ ഇതിനെതിരെ കയറി വന്നാൽ കൊലോസർക്ക് എഴുതിയ ലേഖനം അവനെ പഠിപ്പിച്ചിട്ട് വിടണം. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഞാൻ സേവിക്കുന്ന ദൈവം ഇതെനിക്കൊരു പഠനമൊന്നുമല്ല, ഇതെനിക്ക് കേവലം ആരോ ഓതി തന്നതൊന്നുമല്ല, ഇതെന്റെ അനുഭവമാണ്. യേശു എനിക്കൊരു അനുഭവമാണ്. യേശു എന്റെ വിശ്വാസമാണ്. യേശു എന്റെ പ്രത്യാശയാണ്. യേശു എന്റെ ജീവനാണ്. യേശു എന്റെ സകലവുമാണ്. യേശു എന്റെ സർവവുമാണ്. I believe in him. കേട്ട് തഴമ്പിച്ച വർഷങ്ങളായി അപ്പനപ്പന്മാരായിട്ട് ഇതിങ്ങനെ കേട്ട് തഴമ്പിച്ച നിന്റെ തലയ്ക്കകത്ത് നിന്ന്, ഇതൊരു അറിവായി നിൽക്കുന്ന നിന്റെ തലയ്ക്കകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് ഇതിനെ ഒരു വെളിപ്പാടാക്കി തിരിക്കട്ടെ. അതിനകത്ത് എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് സ്റ്റെപ്പ് ചെയ്യണം കർത്താവിന് വേണ്ടിയിട്ട്. കർത്താവിന് വേണ്ടി അങ്ങോട്ട് സ്റ്റെപ്പ് ചെയ്യണം. പ്രതിസന്ധികൾ മുൻപിൽ വന്നാൽ, വെല്ലുവിളികൾ മുൻപിൽ വന്നാൽ മാനസികമായി ഡൗൺ ആകത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അതിന്റെ നടുവിൽ എനിക്കൊരു ഉറപ്പ് വേണം. എന്നിൽ ആരാ വസിക്കുന്നത്? പൂർണ്ണനായ ദൈവത്തെ. ഇരുന്നേ. പൂർണ്ണനായ ദൈവത്തെ. മോനെ ഒന്ന് വന്നേ, ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഇതൊന്ന് ചേഞ്ച് ചെയ്ത്. പൂർണ്ണനായ ദൈവത്തെ, പരിപൂർണനായ ദൈവത്തെ അറിയാനും അനുഭവിക്കാനും കഴിഞ്ഞത് തന്നെ ആ കൈകൾ ഉയർത്തി വന്ദനമേശുപാരാ നിരഖെന്നും വന്ദനമേശുപാരാ വന്ദനമേശുപാരാ നിരഖെന്നും വന്ദനമേശുപാരാ വന്ദനം ചെയ്യുന്നു ഒരു നിമിഷം ഒന്നുകൂടെ ഇരുന്നേ. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞത്. When I am lifted up high, I will attract people unto me. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ ഒന്ന് കൊടുത്ത് പ്രാർത്ഥിച്ചോണ്ട് ഒന്ന് കൈ കുലുക്കി പറയണം. എല്ലാവരും യേശുവിനെ ഉയർത്തണം പറഞ്ഞു. അവൻ ഉയർത്തപ്പെട്ടാൽ ആകർഷിക്കപ്പെടും. അവൻ ഉയർത്തപ്പെട്ടാൽ, ഞാൻ അത് പറയുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കർത്താവിനെ ഉയർത്തിയവരെ എല്ലാം കർത്താവ് മാനിച്ചിട്ടുണ്ട്. Those who have lifted Jesus Christ, the Lord has honored them. ഈ വചനം എടുത്ത് ഉയർത്തിയവന്റെ ഒരു തലമുറയും തകർന്നു പോകാൻ ദൈവം അനുവദിച്ചു. If you have lifted up His word, their generation will be blessed for sure. ഇത് ഈ ശുശ്രൂഷയുടെ പ്രാധാന്യത ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. I would like to highlight the importance of this ministry. ഈ ഭൂമിയില് ദൈവത്താൽ സ്ഥാപിതമായ, കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട കൂദാശകളാണുള്ളത്. കാരണം ആദ്യത്തെ കല്യാണം ഈ ഭൂമിയിൽ നടത്തിയത് അച്ഛനല്ല, തിരുമേനിയല്ല, പാസ്റ്ററല്ല. ആദ്യത്തെ കല്യാണം ഈ ഭൂമിയിൽ നടത്തിയ വിവാഹത്തിന്റെ കാർമികൻ, ശുശ്രൂഷകൻ യഹോവയായ ദൈവമായിരുന്നു. വിശുദ്ധ വിവാഹം, കല്യാണം, കുടുംബം എന്ന സംവിധാനം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയത്, എഴുന്നേൽപ്പിച്ചത് വളരെ സ്വപ്നങ്ങളോടുകൂടെ ദൈവമാണ്. അതുകൊണ്ടാണ് ഇന്നും
കുടുംബങ്ങൾക്കെതിരെ പിശാച് പ്രവർത്തിക്കുന്നത്, Amen. കുടുംബങ്ങളെ തകർക്കാൻ നോക്കുന്നത്. കാരണം അത് ദൈവത്തിന്റെ സംവിധാനവും ദൈവത്താൽ ആരംഭിച്ച ഒന്നുമാണ്. അപ്പൊ കുടുംബത്തിനെതിരെ പിശാചിന് ഭയങ്കര ഫൈറ്റാണ്. അതിനെ തകർക്കുക എന്നുള്ളത് അവന്റെ ലക്ഷ്യമാണ്. എന്നാൽ കുടുംബത്തെ പണിയുക എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയുമാണ്. നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവ് പണിതുയർത്തുന്ന കുടുംബങ്ങളാക്കി മാറ്റട്ടെ. ഹല്ലേലൂയ. രണ്ടാമത് ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച ശുശ്രൂഷയാണ് മത്തായി 26:26. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിക്കുവീൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞപ്പോൾ ആ ശുശ്രൂഷ ആദ്യം ചെയ്തത് യേശുവാണ്. യേശു അത് ചെയ്തു. ഇങ്ങോട്ട് നോക്കി പറഞ്ഞു, യേശു ഇത് ചെയ്തു, ഇത് ചെയ്ത് കാണിച്ചു. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്യണമെന്ന് കൽപ്പന തന്നു. അപ്പോൾ യേശു ചെയ്ത് കാണിച്ച, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വലിയ ശുശ്രൂഷയുടെ മുൻപിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൽ യേശു ഒരു ആത്മീക മർമ്മം അതിന്റെ 6-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചിട്ട് മരിച്ചല്ലോ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു, ജീവന്റെ അപ്പം ഞാനാകുന്നു. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും, ഒടുക്കത്ത നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒന്ന് ഓർത്തു നോക്കിയേ, ഈ കർത്താവിന്റെ ശരീരത്തോടും കർത്താവിന്റെ രക്തത്തോടും പാർട്ടേക്കർ ആകുന്ന ഒരാൾക്ക് സ്വർഗത്തിലെ ദൈവം വെച്ചിരിക്കുന്ന പ്രിവിലേജ്. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ഇതെന്റെ വിശ്വാസമാണ്, എൻ്റെ വിശ്വാസത്തെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്, ഇതെന്റെ വിശ്വാസമാണ്. ഞാൻ കർത്താവിന്റെ ശുശ്രൂഷകളിൽ ഏറ്റവും ബഹുമാനത്തോടെ കാണുന്ന ശുശ്രൂഷ ഈ തിരുമേശയുടെ ശുശ്രൂഷയാണ്. എല്ലാത്തിനും ബഹുമാനമുണ്ട്, പക്ഷെ ഏറ്റവും പവിത്രമായി, ഏറ്റവും ആദരവോടെ, ഏറ്റവും ബഹുമാനത്തോടെ ഞാൻ കാണുന്ന ശുശ്രൂഷ ഇതാണ്. രണ്ടാമതായിട്ട്, ഈ ഭൂമിയില് നടക്കുന്ന എല്ലാ ശുശ്രൂഷയെക്കായാലും, ഭൂതം പുറത്താകുന്ന, രോഗി സൗഖ്യമാകുന്ന, ഇനി പോട്ടെ മരിച്ച ഒരാള് ഉയർത്തെഴുന്നേൽക്കുന്ന ശുശ്രൂഷയെക്കായാലും ഏറ്റവും മഹത്വരമേറിയ, ഏറ്റവും ശക്തമേറിയ ഒരു വെളിപ്പാടും ദൈവം നൽകിയ ഒരു ശുശ്രൂഷയുമാണ് തിരുമേശയുടെ ശുശ്രൂഷ. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ചർച്ചുകളിലും നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ഞായറാഴ്ച തന്നെ മാറ്റിവെക്കുന്നത്. ഞാൻ എവിടെയും മിനിസ്റ്റർ ചെയ്യുന്നോ, എനിക്ക് വചനം പറയാതെ എനിക്കറിയാം ഇച്ചിരി സമയം പോയെന്ന്, എങ്കിലും ആ സമയം നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല. ഈ സമയം നിങ്ങൾ വേറെ സ്ഥലത്ത് പിടിക്കും. നിങ്ങളുടെ സമയം കളയാൻ വെച്ചിരിക്കുന്ന ഇടത്തുനിന്ന് നിങ്ങൾ ഇത് പിടിക്കും. ഹല്ലേലൂയ. ചേർന്നൊരു ആമേൻ പറയാവോ? ഏറ്റവും മഹത്തരമായ ശുശ്രൂഷ. ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഒട്ടും ഞാൻ ഒന്നും തോന്നരുത്, ഈ തിരുമേശയുടെ ശുശ്രൂഷ ചില വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ചില ഇംഗ്ലീഷ് ചർച്ചുകളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഞാനിങ്ങനെ മീറ്റിംഗ് കൂടാൻ പോയ ചിലയിടങ്ങളിലൊക്കെ, എല്ലായിടത്തും അല്ല, ചിലയിടങ്ങളിലൊക്കെ അതിനകത്ത് വലിയൊരു ആദരവോ ഒരു ബഹുമാനമോ ഒന്നും കാണാതെ ഇല്ലേ, ഫുഡ് കൊടുക്കുന്ന പോലെ എല്ലാവർക്കും ബാസ്ക്കറ്റിൽ നിന്ന് അവിടെ കൊടുത്തു, ഇങ്ങനെ കൊടുത്ത് പുള്ളി കിട്ടി ആ രീതിയിൽ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ആദരവില്ലാതെ, അതിനെക്കുറിച്ച് ഒരു ബഹുമാനം ഇല്ലാതെ, അതിൻ്റെ ആത്മീക മർമ്മം അറിയാതെ ഇതിങ്ങനെ വെറുതെ ആളുകൾ ഒരു ഭയഭക്തിയും വിശ്വാസവും കൂടാതെ എടുക്കുന്നിടത്തുനിന്ന് ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്നോടൊന്നും തോന്നരുത്, ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല, ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കാരണം ഇതിനെ ഞാൻ അത്രത്തോളം ബഹുമാനത്തോടെ, കാരണം ഇങ്ങനൊരു ശുശ്രൂഷ ഇവിടെ നടക്കാൻ, ഈ അപ്പം ഇവിടെ മുറിക്കപ്പെടാൻ, ഈ മുന്തിരിച്ചാറ് ഇവിടെ വാഴ്ത്തപ്പെടാൻ അതിന് കാരണമായത് എൻ്റെ യേശുവിൻ്റെ ജീവനാണ്. അന്ന് തകർക്കപ്പെട്ടത് ഈ ഭൂമിയിൽ ഏതെങ്കിലും വസ്തുക്കളല്ല, എൻ്റെ കർത്താവിൻ്റെ ഓമനത്വമുള്ള ആ ശരീരമാണ്
ഒഴുക്കപ്പെട്ടത് ആർട്ടിഫിഷ്യൽ, സിനിമാക്കാര് കാണിക്കുന്നത് പോലെ, മനുഷ്യൻ കാണിക്കുന്ന പോലെ ആർട്ടിഫിഷ്യൽ ബ്ലഡ് അല്ല. രക്തധമനികൾ പൊട്ടി, ഞരമ്പുകൾ പൊട്ടി, ശരീരം ഉഴവുചാല് പോലെ കീറി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി, അന്ധന്റെ കണ്ണ് തുറന്ന, ചെകിടന്റെ ചെവി കേൾപ്പിച്ച, ഊമരെ സംസാരിപ്പിച്ച, മരിച്ചവരെ ഉയർപ്പിച്ച, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. യേശു പറഞ്ഞു, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ പുത്രന്റെ ശരീരമാണ് തകർക്കപ്പെട്ടത്. ഞാൻ ഈ ബ്രെഡ് എടുത്ത് നുറുക്കുമ്പോഴെല്ലാം എൻ്റെ കണ്ണ് നിറയാറുണ്ട്. കാരണം ഞാനിത് ബ്രേക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം, ഞാൻ ഈ ബ്രെഡ് നുറുക്കുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ബ്രെഡ് നുറുക്കപ്പെടാൻ കാരണമായത് എൻ്റെ യേശുവിൻ്റെ മാംസങ്ങൾ അടർന്ന് അവൻ്റെ ശരീരം ഉഴവുചാല് പോലെ കീറി ചൂട്ടക്കൊളുത്തുകളും ഈയക്കട്ടകളും ചേർത്തുണ്ടാക്കിയ ആ ചാട്ടവാറും ചമ്മട്ടിയും അവന്റെ ശരീരത്തെ അടിച്ചപ്പോൾ, ആ ചൂണ്ട മാംസത്തിനകത്ത് ഉടക്കി അവരത് വലിച്ചപ്പോൾ ആ മാംസം ഇറുന്നു വീണ് ശരീരം ഉഴവുചാല് പോലെ കീറപ്പെട്ടത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ ആട് വായി തുറക്കാതിരിക്കുന്നത് പോലെ അവൻ മിണ്ടാതെയിരുന്നു. അവന്റെ താഴ്ചയിൽ ആരും അവനെ ഓർത്തില്ല. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവർ തകർക്കപ്പെട്ടു. നമ്മുടെ സൗഖ്യത്തിനായി അവൻ അടിപ്പിണരുകൾ ഏറ്റെടുത്തു. എല്ലാവരുമാലും അവൻ ത്യജിക്കപ്പെട്ടു, എല്ലാവരാലും അവൻ തിരസ്കരിക്കപ്പെട്ടു. ഞാൻ ചേർക്കപ്പെടുവാൻ അവൻ തിരസ്കരിക്കപ്പെട്ടു. എന്നെ യോഗ്യനാക്കി മാറ്റുവാൻ അവൻ വികൃതമായി. യേശുവേ, ആ കൈകളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, യേശുവേ, യേശുവേ, കൈകളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച് മേശയുടെ മുമ്പിൽ, യേശുവേ, എന്നെ ഈ ശുശ്രൂഷയുടെ ഭാഗമാക്കാൻ, അങ്ങയുടെ ശരീരത്തോടും അങ്ങയുടെ രക്തത്തോടും അംശയാക്കാൻ, കൂട്ടാളിയാക്കാൻ അവിടുന്ന് എന്നോട് കാണിച്ച കരുണയ്ക്ക് നന്ദി, കരുണയ്ക്ക് നന്ദി. അവിടുന്ന് എന്നോട് കാണിച്ച ദയയ്ക്ക് നന്ദി. എന്റെ കുടുംബത്തിലുള്ളവർ, എന്റെ ദേശത്തിലുള്ളവർ, എന്റെ കൂട്ടുകാരിൽ എത്രയോ ആളുകൾ ഈ സത്യം അറിയാതെ കിടക്കുമ്പോൾ ഈ സത്യത്തെ എനിക്ക് വെളിപ്പെടുത്തിയതിന് നന്ദി. ഈ അപ്പത്തിലേക്കും പാനപാത്രത്തിലേക്കും കരങ്ങൾ നീട്ടാൻ ഒരു യോഗ്യതയില്ലാത്ത എന്നെ യോഗ്യനാക്കിയതിന് നന്ദി. അർഹതകളില്ലാത്ത സ്ഥാനത്ത് അർഹയാക്കിയതിന് നന്ദി. യോഗ്യതയില്ലാത്ത സ്ഥാനത്തിന് യോഗ്യത നൽകിയതിന് നന്ദി. കരുണയുള്ള കർത്താവേ, നന്ദി, നന്ദി. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്ന എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി, ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരം എന്ന് അരുളി ചെയ്തു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഇതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെ യേശു സ്നേഹിക്കുന്നു. മൊത്തം ആളുകൾ, ആണ്ട് ഈ ഫ്രണ്ടിലിരിക്കുന്ന, അവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞു മുതൽ ആ പുറകിലും അതിന് ഈ കതകിന് വെളിയിലൊക്കെ ആളുണ്ട്. അവിടെ ആ ഏറ്റവും പുറത്തും ഓവർഫ്ലോ സ്പേസിൽ വരെ നിൽക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഈ വൈറ്റിലയിലൂടെ, ഈ റോഡിലൂടെ ഒക്കെ നടന്നു പോകുന്നവരെ എല്ലാം കർത്താവ് സ്നേഹിക്കുന്നു. ഇല്ലേ? സ്നേഹിക്കുന്നുണ്ട്, ഉറപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ യേശു അപ്പവും മീനും വാഴ്ത്തി വർദ്ധിപ്പിച്ചപ്പോൾ അതെല്ലാവർക്കും കൊടുത്തു. എക്സ്ട്രാ വന്നത് കൊട്ടയിലാക്കിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ ആ കല്യാണത്തിന് വന്ന എല്ലാവർക്കും ആ സാധനം കിട്ടി, അവർ കുടിച്ചു. പക്ഷെ ഈ ഒരു ശുശ്രൂഷ ചെയ്യാൻ യേശു തെരഞ്ഞെടുത്തത് ഒരു പബ്ലിക് പ്ലേസ് അല്ല, ഒരു സീക്രട്ട് പ്ലേസ് ആണ്. നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടുവീൻ, നിങ്ങൾക്കൊരു മനുഷ്യൻ എതിർവിടും, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കുടം വെള്ളം കാണും. അദ്ദേഹത്തോട് ചോദിക്കണം, കർത്താവിന് പെസഹ ഒരുക്കാനുള്ള ശാല എവിടെയാണ്? അപ്പോൾ ആ മനുഷ്യൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ആ വൻമാളികയിലാണ് ഈ 12 ശിഷ്യന്മാരുമായിട്ട്, ആ സീക്രട്ട് പ്ലേസിലാണ്, ഈ സീക്രട്ട് പ്ലേസിൽ നിന്നൊരു രഹസ്യം വെളിപ്പെടുത്തുന്നിടത്ത് ആ രഹസ്യത്തിനകത്ത് വലിയൊരു മർമ്മം കാണും. പരസ്യമായിട്ട് പറയുന്നത് വലിയൊരു കാര്യമായിരിക്കില്ല ചിലപ്പോൾ, പക്ഷെ ഒരാളോട് വളരെ രഹസ്യമായി പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമായിരിക്കും. സീക്രട്ടായിട്ട് കർത്താവ് കൊണ്ടുപോയി
ഈ ശുശ്രൂഷ ചെയ്തു. അപ്പൊ എല്ലാവർക്കും അപ്പം കൊടുത്തോ? എല്ലാവർക്കും മുന്തിരിച്ചാറ് കൊടുത്തോ? വഴിയിൽ പോയ എല്ലാവർക്കും കൊടുത്തോ? അധികം വന്നതെല്ലാം റോഡേ പോകുന്നവർക്ക് കൊടുക്കാൻ പറഞ്ഞോ? ഇല്ല. അതിനകത്ത് ഒരുത്തനിൽ സാത്താൻ ഉണ്ടായിരുന്നു. ആരല്ല? ഈ 12 എണ്ണത്തിൽ യൂദ. അവൻ എഴുന്നേറ്റ് പോയോ? അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി. അവനോട് ഇരിക്കാൻ പറ്റിയില്ല. അപ്പോ ഈ തിരുമേശ ഇന്നിവിടെ ശുശ്രൂഷിക്കുമ്പം നിങ്ങളെ എല്ലാവർക്കും കർത്താവിന് സ്നേഹമാണെങ്കിലും ഇതെടുക്കാൻ ഒരു വ്യവസ്ഥയുണ്ട്. ഇതെടുക്കാൻ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ, അതിന് ദൈവം വെച്ചിരിക്കുന്ന ഒറ്റ മാനദണ്ഡം മനസാന്തരപ്പെടുക, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും ഏകീഭവിക്കുന്ന ക്രിസ്തുവിനോടുകൂടെ ചേരുന്ന വിശ്വാസ സ്നാനം കൈക്കൊള്ളുക. മുതിർന്ന സ്നാനം എന്ന് പറയുന്നതിനപ്പുറമായി വിശ്വസിച്ച് സ്നാനമേൽക്കുക. സ്നാനപ്പെട്ടവരെന്ന് കൈ ഉയർത്തിയേ. ഓക്കെ, ഇതിനകത്ത് ആരെങ്കിലും സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ കൽപ്പന അനുസരിക്കണം, വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിക്കണം. നിങ്ങൾക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവദാസനോട് നിങ്ങൾ പറയണം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കൈയൊന്ന് ഉയർത്തിപ്പിടിക്കാമെങ്കിൽ, എനിക്ക് സ്നാനപ്പെട്ട് യേശുവിനായി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവദാസനെ നിങ്ങളത് അറിയിച്ചാൽ മതി. എന്നെ ശ്രദ്ധിച്ചാൽ. താങ്ക് യു സിസ്റ്റർ, ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ അറിയിക്കണം. എന്നാൽ ഇന്ന് ദൈവകൽപ്പന അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന, വിശ്വാസ സ്നാനം കൈക്കൊണ്ട് മാനസാന്തരപ്പെട്ട കുറ്റമില്ലാത്ത മനസ്സാക്ഷിയോടെ, ഞാൻ നിങ്ങളെല്ലാവരും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഈ തിരുമേശയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ അത് ഏതർത്ഥത്തിലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനകത്ത് കുറവുകളില്ലാത്ത ആരും ഇരിപ്പില്ല. പക്ഷെ ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ അപ്പത്തിലേക്കും മുന്തിരിച്ചാറിലേക്കും കൈ വെക്കുന്നതിന് മുമ്പ് നിങ്ങളത് ഏറ്റു പറയണം. കാരണം അയോഗ്യമായ അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവൻ തനിക്ക് താൻ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങളിൽ ചിലർ രോഗികളാകുന്നു, ചിലർ നിദ്ര കൊള്ളുന്നു എന്ന് പൗലോസ് പറയുന്നു. ഇനി എൻ്റെ മറുഭാഗം ഞാൻ പറയാം. ഈ കർത്താവിൻ്റെ മേശ അയോഗ്യമായി എടുക്കുന്നവൻ രോഗിയാകുമ്പോൾ, മരണത്തിലേക്ക് വരെ അവൻ തള്ള നീക്കപ്പെടുമ്പോൾ, ഇത് പ്രാർത്ഥനയോടെ, വിശുദ്ധിയോടെ, യോഗ്യതയോടെ ദൈവം വെച്ചിരിക്കുന്ന, നമുക്ക് സ്വയമായിട്ട് യോഗ്യരാകാൻ പറ്റുകയില്ല. നമ്മളെ യോഗ്യനാക്കിയത് ദൈവമാണ്. ആ വ്യവസ്ഥയോടുകൂടി തിരുമേശ എടുക്കുന്നവർ സൗഖ്യം പ്രാപിക്കും. ഉറപ്പാണ്. ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ തൊടുന്ന ഒരു ശുശ്രൂഷ ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങളെന്നെ കേൾക്കുന്ന മക്കളെ, ഇത് ഇച്ചിരി സമയം എടുത്താലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു ഭാഗത്ത് ഭക്ഷണമാണോ? യേശു പറഞ്ഞു, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. ഒരു ഭാഗത്ത് ഇത് ഫുഡാണ്, ഇത് രണ്ടും ഭക്ഷണമാണ്. ഇത് ഡൈജസ്റ്റ് ആവും വയറ്റിലോട്ട് പോകുമ്പോൾ. ആവോ? ഉറപ്പായിട്ടും ആയിരിക്കും. എന്നാൽ മറുഭാഗത്ത്, ഇൻ അതർ സൈഡ്, ഇത് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിനും നിഴലാണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ബിരിയാണി കഴിച്ചാൽ, നിങ്ങളൊരു ഊണ് കഴിച്ചാൽ, നിങ്ങളൊരു ചപ്പാത്തി കഴിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തിന് മാത്രമേ എഫക്ട് ചെയ്യത്തുള്ളൂ. ഉറപ്പല്ലേ? നിങ്ങളുടെ ആത്മാവിന് എന്തെങ്കിലും കിട്ടുമോ? കിട്ടത്തില്ല. എന്നാൽ നിങ്ങളൊരു പാട്ട് പാടിയാൽ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ അന്യഭാഷ പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും കിട്ടുമോ? കിട്ടുമായിരിക്കാം. പക്ഷേ കൂടുതലും കിട്ടുന്ന ആർക്കാ? നിങ്ങളുടെ ആത്മാവിനാണ്. എന്നാൽ ഇത് ഒരു ഭാഗത്ത് ഭക്ഷണവും മറുഭാഗത്ത് ഇതൊരു ആത്മീയ ഭോജനവും ഒരു സ്പിരിച്വൽ മിസ്റ്ററിയും ആയതുകൊണ്ട് ഇതിന്റെ പ്രത്യേകത, ഇത് ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ തൊടും. മനസ്സിലായോ? പിടികിട്ടിയോ? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ ശ്രദ്ധിക്കുക. ഇത് ശരീരത്തിനെയും ആത്മാവിനെയും ഒരുപോലെ തൊടും. അതാ പൗലോസ് പറഞ്ഞു, നിങ്ങളിൽ ചിലർ രോഗികൾ, വ്യവസ്ഥയില്ലാതെ ഇതെടുത്ത് നിങ്ങളിൽ ചിലർ രോഗിയാകുന്നത് ആത്മാവിലാണോ ശരീരത്തിലാണോ? ആരെങ്കിലും പറയോ എൻ്റെ ആത്മാവിൽ എനിക്ക് തൈറോയിഡാണ്, എൻ്റെ ആത്മാവിൽ ക്യാൻസർ ആണെന്ന് ആരെങ്കിലും പറയോ? പറയത്തില്ല. രോഗിയാകുന്ന എവിടാ? ശരീരത്തിലാ, അല്ലേ? അപ്പോൾ ഇത് എടുക്കുന്നവൻ, അയോഗ്യമായി എടുക്കുന്നവൻ രോഗിയാകുന്നത് ശരീരത്തിലാ. ആർ യു വിത്ത് മീ? അപ്പോൾ ഇത് വ്യവസ്ഥയോട് എടുക്കുന്നവൻ സൗഖ്യമാകാൻ പോകുന്ന ശരീരത്തിലാ. മറുഭാഗത്ത് ഇത് ജീവന്റെ അപ്പമായതിനാൽ, ഇത് കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും നിഴലായതിനാൽ, ഇതെന്റെ ആത്മാവിനും സംരക്ഷണവും എൻ്റെ ആത്മാവിനും ബലവും ഇത് നൽകും. അപ്പൊ എൻ്റെ ആത്മാവിനെയും എൻ്റെ ശരീരത്തെയും ഒരുപോലെ സ്പർശിക്കുന്ന ഇതുപോലൊരു ശുശ്രൂഷ വേറെയില്ല.
ഇതുപോലൊരു ശുശ്രൂഷ വേറെ ഇല്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കപ്പിനെ നോക്കിയിട്ട് പറഞ്ഞത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം, ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ്. ഇത് നിങ്ങളുടെ ബ്ലെസ്സിങ് ആണ്. പറഞ്ഞ ഇതെന്റെ ബ്ലെസ്സിങ് ആണ്, ഇതെന്റെ അനുഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ ഈ അനുഗ്രഹ പാത്രത്തിലേക്ക് കരങ്ങൾ നീട്ടുവാൻ, ഇതിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ, രക്ഷിക്കപ്പെട്ട് വിശ്വാസ സ്നാനം കൈക്കൊണ്ട് പ്രാർത്ഥനയോടെ വന്ന പ്രിയപ്പെട്ടവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. അവർക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിച്ചു തുടങ്ങാം. കണ്ണുകൾ അടച്ച് അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഞാൻ എല്ലാവരും ഒരു നിമിഷം എന്നെ നോക്കണം. ശുശ്രൂഷയ്ക്കുള്ള ഒരു സ്റ്റേജിൽ വരണം, പെട്ടെന്ന് വരണം. ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും പ്ലാറ്റ്ഫോമിൽ വരണം. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. കണ്ണൊന്ന് തുറന്നേ. വേദപുസ്തകത്തിൽ ഈ ലൈവിലുള്ളവരും കൂടെ കേട്ടോ, 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ശത്രുക്കൾ കാണെ അവൻ എനിക്ക് മേശ ഒരുക്കുന്നു. ശത്രുക്കൾ കാണെ അവൻ എനിക്ക് മേശ ഒരുക്കുന്നു. ഹല്ലേലൂയ. സത്യമായിട്ടും പറയാം, ഈ മേശ ശത്രുവിനെ ഭയപ്പെടുത്തുന്നതാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഈ മേശ പൈശാചിക ലോകത്തെ പേടിപ്പിക്കുന്നതാണ്, ഭയപ്പെടുത്തുന്നതാണ്. ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ഇന്ന് ഈ തിരുമേശയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ തലമുറയും നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ വാഴുന്ന, അനുഗ്രഹീതരാകുന്ന ഒരു ബ്ലെസ്സഡ് ലൈഫാക്കി മാറ്റാൻ പോകുന്നു. വിശ്വസിക്കുന്നവരൊരു ആമേൻ പറഞ്ഞാട്ടെ. പിശാചിന്റെ എല്ലാ പ്ലാനുകളെയും അവന്റെ എല്ലാ പദ്ധതികളെയും ഈ ശുശ്രൂഷയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മനുഷ്യനും പിശാചും ഉണ്ടാക്കിയ സകല എഗ്രിമെന്റുകളെയും ക്രിസ്തുവിനോടുള്ള ഉടമ്പടിയാൽ, ആ ബന്ധത്താൽ ഈ ഉടമ്പടിയുടെ മേശയിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. കൈകളൊന്ന് തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. രണ്ട് കൈകളും തട്ടി ദൈവത്തെ സ്തുതിക്കാം.